അവർ മെയിൻ സ്പോൺസർ അൽ യൂസഫ് മോട്ടോഴ്സ് LLC ദുബായ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും അബ്രയിലേക്ക് സ്വാഗതം. പത്തേമാരിയിലെ കടൽക്കരയുടെ രൂക്ഷഗന്ധവും പേറി ഉണക്കമീൻകറിയും റൊട്ടിയും മാത്രം കഴിച്ച് ആ ഉരുവിലെ ഇരുളടഞ്ഞ മുറിക്കുള്ളിൽ എലിക്കുട്ടികളെ പോലെ ഞങ്ങൾ ചേർന്നിരുന്നു. കടൽക്ഷോഭത്തിൽ ആടിയുലഞ്ഞ പത്തേമാരി ആദ്യത്തെ ഭയാനകത തന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാഴ്സിയും ഹിന്ദിയും കലർന്ന ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും തയ്യാറാകൂ, ഇറങ്ങേണ്ട സ്ഥലമെത്താറായി. ഉൾക്കടലിനും തീരത്തിനുമിടയിലെ ദൂരത്ത് നിന്ന ഉരുവിൽ നിന്ന് എല്ലാവരും ചെറുവള്ളങ്ങളിൽ കയറി. ദൂരെ ദൂരെ ഭൂമിയുടെ നീണ്ടു നിവർന്ന രൂപം കണ്ടു. നിലയില്ലാതിരുന്ന കടൽ നീന്തലറിയാത്തവർ വെള്ളം കുടിച്ചു. എങ്കിലും പരസ്പര സഹായം ആദ്യം വന്നവരിലുണ്ടായി. സ്വർണ്ണതരികൾ തേടി വന്നവർ നീന്തിക്കയറിയത് സ്വർണ്ണ തീരത്തേക്കല്ല, മണലാരണ്യത്തിന്റെ തരിശുഭൂമിയിലേക്കാണ്. സൂര്യൻ ഇത്രയും ഉജ്ജ്വലമായി ജ്വലിക്കാൻ കഴിയുമെന്ന് അന്നാണ് മനസ്സിലായത്. നാട്ടിലെ പച്ചപ്പിൽ ജീവിക്കാൻ മാത്രം കഴിയുന്ന ചുറ്റുപാടുകളിൽ നിന്നും ഇവിടേക്ക് വേണ്ടായിരുന്നു. ആദ്യമായി തോന്നി. ലക്ഷ്യമില്ലാതെ നടന്നു, വലഞ്ഞു. ചിലർ ആ വഴിയിൽ തളർന്നിരുന്നു. എങ്കിലും നിശ്ചയദാർഢ്യം. അബ്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ മാത്യു പള്ളിക്കാടാണ്. 30 വർഷമായി ദുബായിൽ വസിക്കുന്ന ശ്രീ മാത്യു പള്ളിക്കാട് തികഞ്ഞ ഒരു കലാസ്വാദകനും ഗാനരചയിതാവും കൂടിയാണ്. മുംബൈയിലായിരുന്ന കാലത്ത് പോളിഡോർ റെക്കോർഡിംഗ് കമ്പനിയുടെ ആദ്യത്തെ മലയാളം റെക്കോർഡിംഗ്സിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തോടൊപ്പം അല്പനേരം നമുക്ക് സഞ്ചരിക്കാം. സാറിന് അബ്രയിലേക്ക് സ്വാഗതം. സന്തോഷം. പ്രോഗ്രാമിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സാറിന്റെ ജീവിതാനുഭവങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. സാധാരണ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളും നാട്ടിലെ ജീവിത രീതികളും അതിനനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രയാസങ്ങൾ മറ്റും നേരിടുന്ന അവസരത്തിലാണ് വിദേശങ്ങളിലും മറ്റും പോകാനായിട്ട് സാധാരണ ആഗ്രഹിക്കാറുള്ളത്. സാറ് വിദേശത്തേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ വല്ലതും ഒക്കെ ആയിരുന്നോ? എനിക്ക് ബോംബെയിൽ ജോലി മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ ഒരു നല്ല ജോലിയായിരുന്നു. അതിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നുള്ള ധാരണയിലാണ് ഞാൻ ദുബൈയിലേക്ക് വന്നത്. ആ കാലത്തൊക്കെ ദുബൈ വരുവാന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെയായിരുന്നു. അന്ന് ഞങ്ങള് ഒരു 116 പേരുള്ള ഒരു ഗ്രൂപ്പ് വിസയിലാണ് ഹർഷവർദ്ധന എന്ന ഷിപ്പിൽ ഞാൻ ദുബൈയിലെത്തുന്നത്. എത്ര വർഷം മുമ്പാണത്? 30 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ സിവിൽ ഡിഫൻസിൽ വർക്ക് ചെയ്ത ഒരാള് അന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ആണ് ദുബൈയിൽ ഗൾഫിൽ വന്നാൽ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നുള്ള ധാരണയില് ദുബൈ ഒരു സ്വപ്നഭൂമിയായിരുന്നു. അതാണ് എനിക്ക് ഗൾഫിലെ, പ്രത്യേകിച്ച് ദുബൈയില് ആ ഒരു ധാരണയിലാണ് ഞാൻ ദുബൈയിലേക്ക് ഗ്രൂപ്പ് വിസയില് 6 ദിവസം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഷിപ്പില് ഞങ്ങൾ 116 പേര് ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് വിസ റാസക്കമേല് എത്തി. ജോലി അന്വേഷിച്ചു. എന്റെ സ്വന്തക്കാരെ കൊണ്ടായിരുന്നു. എന്നാൽ ഞാൻ തന്നെ ജോലി തേടി പിടിച്ച് ഞാൻ ബോംബെയിൽ നിന്ന് മിനിസ്ട്രിയിൽ ജോലി ചെയ്തെങ്കിലും ലീവ് എടുത്താണ് എടുത്തത്. ലീവ് എത്തിയെങ്കിലും പിന്നീട് ഞാൻ റിസൈൻ ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അബ്രയ മുഖാന്തരമാണ് കൂടുതലും കടന്നു പോകുന്ന അബ്രയ മുഖേന. ഈ അബ്രയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും പറയാനോ കഴിയുമോ സാറിന്? കാരണം ഞാൻ എന്റെ അഡ്വർടൈസ് ഫീൽഡിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ എനിക്ക് ഞാൻ ദേറാലായിരുന്നു എന്റെ ഓഫീസും അല്ലെങ്കിൽ എന്റെ താമസവും. അപ്പൊ ഞാൻ കൂടുതൽ സമയം എനിക്ക് പാർദ്ധവിക്ക് പോകേണ്ട ആവശ്യം വരും. കൂടുതൽ ഞാൻ അബ്രെ കൂടെ പോകുന്നു. കാരണം ക്ഷീണിച്ചു വരുന്ന നമുക്ക് ഒരു 10-15 മിനിറ്റ് വള്ളത്തിൽ ഇരുന്നിട്ട് പോകാന്ന് പറയാൻ ഒരു ആശ്വാസമാണ്. കൂടാതെ ഷോർട്ട് കട്ടായിട്ട് എനിക്ക് അക്കരെ പോയി ചെയ്യാം. ടാക്സി പോയി കഴിഞ്ഞാൽ അത്രയും സമയം എടുക്കും. സാധാരണ ആൾക്കാർ അങ്ങനെ പോകുന്നത് ചാർജ് വ്യത്യാസം കൊണ്ടാണോ? അല്ല, ചാർജ് കൊണ്ടല്ല. അല്ല, സൗകര്യം കൊണ്ട് മാത്രം. സമയം ലാഭിക്കുക, നമുക്ക് റെസ്റ്റ് എടുക്കാം. തണുത്ത കാറ്റുകൊണ്ട്
ജസ്റ്റ് ഒരു ഉല്ലാസയാത്ര പോലെ ഒരു 10-15 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ രസമാണ്. ഈ കടത്തിന്റെ പരിസരത്ത് മറ്റു സൗകര്യങ്ങളുണ്ടായിരുന്നോ? മറ്റുള്ളവർ സൗകര്യമില്ല, ഓഫീസ് കാര്യങ്ങൾ ഒന്നുമില്ല. അത് ഈ അടുത്ത കാലത്താണ് എല്ലാം വന്നിട്ടുള്ളത്. അതെ. Daihatsu, the pride of Japan, multiple purpose compactness with unique features, high performance and excellent driving comfort. With easy access, reliable, durable and smart, Sirian offers high quality motoring at a reasonable price. Daihatsu, a trusted Japanese brand for the past 100 years. Contact Al Yusuf Motors LLC Dubai, telephone 043392223, fax 043392224 or email aymotors@emirates.net.ae. ഫെഡറൽ എക്സ്ചേഞ്ച് നെയ്ഫ് റോഡ് ദേറ ദുബായ് 10 ദിർഹം നിരക്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലെ 10,000-ൽ പരം ബാങ്ക് ബ്രാഞ്ചുകളുടെ ക്യാഷ് എത്തിക്കുന്നു. ഇന്ത്യൻ ഡ്രാഫ്റ്റിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം, കറൻസി വാങ്ങുവാനും വിൽക്കുവാനും ഏറ്റവും നല്ല നിരക്ക്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ടെലക്സ് ട്രാൻസ്ഫർ. കേരളത്തിന്റെ മിക്ക ബാങ്കുകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാകും. എക്സ്പ്രസ് മണി, ഫെഡറൽ സ്പീഡ് ക്യാഷ് മണി, മണിഗ്രാം എന്നിവയിലൂടെ നിങ്ങളുടെ പണം ഉടനടി നാട്ടിലെത്തിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റും ഞങ്ങൾ സ്വീകരിക്കുന്നു. ബ്രാഞ്ചുകൾ ഷാർജ, റോള സ്ക്വയർ, സത്വ, അൽ ദിയഫ, അൽ അവീർ. ടോൾ ഫ്രീ നമ്പർ 80054222. ഫെഡറൽ എക്സ്ചേഞ്ച്, ടെലിഫോൺ 22567773. ദുബായ്, safest choice to your money. Fiber Forms Industries, Dubai. A name since 1991 for all types of fiberglass products. Fiber Forms Industries, Dubai. Steel fabrication and shades. Shades for car parks, play areas, courtyards, etc. Fiber Forms Industries, Dubai. Telephone 3330268. Fax 3330858. ഇന്ത്യൻ ശാസ്ത്രീയ കലകളുടെ പരിശീലനത്തിന് ഇന്ത്യ മ്യൂസിക്, അബൂഷഹറ, ഷാർജ. വാദ്യോപകരണങ്ങൾ, മ്യൂസിക്, ഡാൻസ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സ്റ്റിച്ചിംഗ് ക്ലാസുകൾ. അന്വേഷണങ്ങൾക്ക് ടെലിഫോൺ 0655319660, ഫാക്സ് 0655319661. ആർക്കാണ് അത്യാവശ്യം? കുസൃതിയുടെ പിന്നാലെ ഓടുന്ന ഈ ബാല്യചാബല്യത്തിനോ? അതോ ഹലോ 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 ഏകാന്തതയിൽ നിങ്ങളുടെ ശബ്ദത്തിനെ കേഴുന്ന ഈ വാർദ്ധക്യത്തിന് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ആരുടെയും ആവശ്യമായതിനാൽ ഏവരുടെയും പണം ഞങ്ങൾ യഥാസമയം എത്തിക്കുന്നു. കുസൃതിയുടെ മോഹത്തിനോ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയ്ക്കോ ഏതിനായാലും വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ലോകത്തെവിടെ നിന്നും പണം അയക്കുവാനുള്ള ത്വരിതമാർഗം. Gulf National Medical Company LLC, Group of Pharmacies in Dubai. A chain of pharmacies with its outstanding 19 outlets in various centers of the heart of the city. World branded medicines, high reputation for excellence and prosperity for years of service. Gulf National Medical Company LLC Dubai. The spirit of truth and spirit of quality and dedication is our specialty. Gulf National Medical Company LLC Dubai. Telephone 04267133. Fax 0426700804. This program brought to you by Al Yusuf Motors LLC, Dubai. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. കാരണം അന്നത്തേനും വളരെ വ്യത്യാസം. മനുഷ്യൻ അന്ന് കണ്ട ഒരാൾ ഇന്ന് ദുബൈ കണ്ടാൽ മനസ്സിലാകത്തില്ല. അതുപോലെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, അതുപോലെ ഹയാത്ത് റീൽസ് അടുത്താണ് താമസിച്ചിരുന്നത്. അന്ന് ഹയാത്ത് റീൽസ് ഇല്ല. അന്ന് ഞങ്ങൾ പേടിച്ചാണ് ഞാനും എന്റെ ഭാര്യയുമായിട്ട് നടക്കാൻ പോകുന്നത്. കാരണം അവിടെ ആൾവാശമില്ല, വിജനമായിട്ട് പേടിച്ചു ഞങ്ങൾ കടത്തേരത്ത് ഇങ്ങനെ കാറ്റുകൊള്ളാൻ പോകുന്നത്. അന്ന് ഹയാത്ത് റീൽസ് ഇല്ല. ഞങ്ങൾ വന്നതിന് ശേഷം ഹയാത്ത് റീൽസൊക്കെ പറഞ്ഞു. ഇപ്പൊ ടൗൺ പോലെ ആയിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ അന്ന് 30 വർഷം മുമ്പ് ദുബൈ കണ്ട ഒരാളെ ഇന്ന് കണ്ടാൽ ഇത് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ രീതിയിൽ വളരെ വ്യത്യാസപ്പെട്ട് പുരോഗമിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും. സാർ ഇവിടെ വന്നതിന് ശേഷം പറയുമ്പോൾ സാറിന് ഇത്രയും 30 വർഷം മുകളിലായിരുന്നില്ലേ പറയുന്നത്? 30 വർഷങ്ങൾക്കാകും പറഞ്ഞാൽ സാറിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റു രാഷ്ട്രക്കാർക്ക് വേണ്ടിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പൊതുജനങ്ങൾക്ക് എന്റെ സ്വന്തം ബന്ധം നോക്കാൻ പല ആൾക്കാർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ആ സാഹചര്യമായിരുന്നു. കാരണം പബ്ലിക് കോണ്ടാക്ട് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ധാരാളം പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വന്തോ ബന്ധോ അന്വേഷണം, ജാതിമതം ഭേദമന്യേ പലർക്കും ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം. അങ്ങനെ അവരിപ്പം കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറെ ബഹറിൽ പോയിട്ടുണ്ട്, നാട്ടിലും പോയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ എങ്ങനെയാ സാറിന്റെ ബന്ധങ്ങൾ? ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ്. അവർക്ക് ഇന്നും അന്നത്തെ ആ നന്ദി ഇന്നും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. എന്റെ കലാപരമായ കാര്യം പറയുകയാണെങ്കിൽ, കാരണം ഞാൻ നാട്ടിൽ വെച്ച് 18-19 വയസ്സിൽ ധാരാളം കഥകളൊക്കെ സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 1963 എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ബോംബെ വന്ന് നാടകഗാനങ്ങൾ എഴുതി എന്റെ പാട്ട് ഒന്ന് റെക്കോർഡായി പോൾഡോ റെക്കോർഡിംഗ് കമ്പനിയിൽ. മലയാളം പാട്ട് ആദ്യം റെക്കോർഡാകുന്ന എന്റെ സ്വർഗസംഗമി എന്നുള്ള ഗാനമാണ്. അതിലെ വരികൾ ഓർമ്മയുണ്ടോ? വരികൾ ഓർമ്മയുണ്ട്. ഒരു കുറച്ച് വരികൾ നമുക്ക് വേണ്ടി ജസ്റ്റ് പറയാൻ പാടുന്നില്ല. സ്വർഗസംഗീതമേ
സ്നേഹത്തിൻ ദീപമേ ഈ വഴിക്കൊന്ന് വരൂ വരൂ, സ്വർഗത്തിൻ വാതിൽ തുറന്നു വരൂ, കല്യാണമാല അണിഞ്ഞു വരൂ. ലോകയാത്രക്കാരി തെരുവറിയില്ലേ, മാലാകന്മാരവർ കാട്ടിത്തരും, എഴുന്നള്ളൂ മനോ രാജകുമാരി, മധുവിൻ മാധുര്യം പകർന്നു തരൂ. ഈ വരികള് സാറ് ഇങ്ങനെ എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളുണ്ടോ? എഴുതാനുള്ള ഇതിന്റെ കവിതാരൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സന്ദർഭം ആയതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ എഴുതാനുള്ള സാഹചര്യം പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. മനസ്സിലാക്കുന്നെങ്കിലും മനസ്സിലങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യമൊന്നുമില്ല. നാടക ഗാനങ്ങൾ എഴുതുമായിരുന്നു, അതിൽ ലവ് സോങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതണമെന്ന് തോന്നി. ഈ പാട്ട് പ്രോഗ്രാമിനൊക്കെ KJK ആളാണ്, ഈ ഫിലിമിലൊക്കെ പാടുന്ന ഒരാളാണ്. പുള്ളിക്കാണ് ഈ പാട്ട് റെക്കോർഡ് പാടിയതും പിന്നെ സംഗീതം ചെയ്തതും. ഇപ്പോഴും അതിന്റെ ഗ്രാമഫോൺ മറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ മ്യൂസിക് ആയിട്ട് അതിന്റെ ആ റേഡിയോയിൽ വന്ന അതേ രീതിയിൽ സാറിന് രണ്ടുപേരും പാടാമോ? ആ സംഗീത അതിന്റെ സംഗതികൾ ഉൾക്കൊണ്ടുകൊണ്ട് മ്യൂസിക്കിൽ പാടാൻ എത്ര ചെയ്യാറില്ല. അത് കുറെ വർഷമായിട്ടല്ലേ? എന്തായാലും കൈവശമുണ്ട്. തന്നെയല്ല, ഞാൻ ദുബൈയിൽ വന്ന സമയത്ത് കാസറ്റ് തിയേറ്ററുകളിലൊക്കെ ഈ പാട്ടിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റേഡിയോ സിലോണി ആ പാട്ട് വരുമായിരുന്നു. ആദ്യമായിട്ട് റേഡിയോയിലേക്ക് വരുന്നതാണല്ലേ? അത് ആദ്യമായിട്ട് വരുന്നത്. തന്നെയല്ല, പോൾഡോ റെക്കോർഡിംഗ് കമ്പനി ഇതിൽ ആദ്യത്തെ മലയാളം ഗാനമാണിത് റെക്കോർഡായത്. എന്റെ ഗാനമാണ്. അപ്പൊ അതൊരു ഭാഗ്യമായിരുന്നു. അതെ, അത് റോയൽറ്റിക്ക് നമുക്ക് തന്നു. ഇത് വിറ്റടിച്ച് തന്നെ റോയൽറ്റിക്ക് തന്നു. ശരി, ഈ ഗ്രാമഫോൺ റെക്കോർഡ് ഫ്രീ തന്നു. എല്ലാ വർഷവും ഈ വിറ്റടിക്കുന്നതിന്റെ എത്ര വിറ്റടിക്കുന്നതിന് റോയൽറ്റി 2% തരുമായിരുന്നു. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ ചെയ്തോ? ബന്ധപ്പെട്ടില്ല. സാർ ഇവിടെ വന്നിറങ്ങിയപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ജീവിതാനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഷിപ്പിൽ ഞങ്ങൾ 116 പേരാണ് ഗ്രൂപ്പായിട്ടുള്ള വിസയിൽ എത്തിയത്. പലയിടത്ത് എന്റെ രാഷ്ട്രീയ വിസയായിരുന്നു, ഒരു കൂട്ടർ രാജ്യമാണ്, ഞങ്ങൾ പല രീതിയിലും. അവരോട് ആൾക്കാർ വന്ന് അവർ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ഒരു വില്ലയിലാണ് താമസിക്കാനുള്ള സൗകര്യം കിട്ടിയത്. അത് പിന്നെ ഷീറ്റ് വെച്ച് താഴെ കിടന്നു. ആഹാരമൊക്കെ ഞങ്ങൾ തന്നെ വെച്ച് കഴിച്ചു. ഒരുവിധം കഷ്ടിച്ചുള്ള രീതിയിലാണ് ജോലി കിട്ടുന്നവരിങ്ങനെ പോയത്. സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പറയാനും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അന്നാണെങ്കിൽ AC ഒക്കെ സിസ്റ്റം വന്ന സമയമാണ്, അത്രേ ഉള്ളൂ. വെള്ളം ഒന്നും ശരിക്കുള്ള വെള്ളം കിട്ടുന്നില്ല. ടെലിഫോണാണെങ്കിൽ എങ്ങുമില്ല. പിന്നെ അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാത്രമേ ഉള്ളൂ. VCR, VCP അല്ലെങ്കിൽ മൊബൈൽ സംഗതികൾ ഒന്നും തന്നെ ഇല്ല. കമ്പ്യൂട്ടർ കാര്യം പറയാൻ വേണ്ടായിരുന്നു. അപ്പൊ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞ റോഡൊക്കെ ചെറുതാണ്, കെട്ടിടങ്ങളൊന്നുമില്ല. വല്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര ചൂടും AC കഷ്ടിച്ച് വന്ന സമയമാണത്. നാടുമായിട്ടൊക്കെ കത്ത് മാത്രമല്ലേ അന്ന് ഉണ്ടായിരുന്നു. അന്ന് നാട്ടിലൊന്ന് ടെലിഫോൺ ചെയ്യാൻ ബുക്ക് ചെയ്തിട്ട് മണിക്കൂറുകളും കാത്തിരിക്കണം. ചിലപ്പോൾ അന്ന് കിട്ടിയില്ലെന്നിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലും ടെലിഫോണില്ല. ഇന്ന് സാഹചര്യം കറക്കിയാലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എത്തിക്കഴിഞ്ഞു. അന്ന് കത്ത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട്? കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 1 മാസം കഴിയും റിപ്ലൈ കിട്ടാൻ. ഇവിടുന്ന് 1-2 എത്തത്തുള്ളൂ. അപ്പൊ അവിടുന്ന് അയക്കുമ്പോൾ അന്ന് തന്നെ അയച്ചെന്ന് പറയാൻ പിന്നെ 1 മാസമൊക്കെ പിടിക്കും. അപ്പൊ നാം മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ ടെലഗ്രാം, ഇപ്പൊ നാട്ടിൽ ചെല്ലുന്നതിന് അന്ന് ടെലഗ്രാം ചെയ്യുകയാണ് പോകുന്നില്ല. നാട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്തുവാ സ്റ്റാർട്ടിങ് സോൺസഡേ വിത്ത് കാർ എന്നൊക്കെ പറഞ്ഞ് ടെലഗ്രാം ചെയ്യുക. എന്താ വേണ്ടല്ലോ, ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ ആളെ എത്തിക്കഴിഞ്ഞൂടെ. അങ്ങനെ സാഹചര്യം, ഒരുപാട് സൗകര്യം, ഇതെല്ലാം സൗകര്യം. ഇന്ന് മനുഷ്യന് കിട്ടാവുന്ന എല്ലാ സാഹചര്യം ഇതുപോലെ ഇനിയും കിട്ടിയിട്ടുണ്ട്. അന്ന് കറൻസി വാല്യൂ പറയുകയാണെങ്കിൽ അന്ന് 1 ദിർഹം എന്ന് പറഞ്ഞാൽ 2 ഇന്ത്യൻ റുപ്പീസാണ്. അന്ന് ഞങ്ങൾ 1000 രൂപയ്ക്ക് നാട്ടിൽ അയച്ച 1000 മതി. ഇന്ന് അതിന്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ടെങ്കിലും പ്രയോജനമില്ല. ഇന്ന് 10,000 കിട്ടുന്ന പ്രയോജനമില്ല. അതൊരു 510 ദിർഹമിന് 1000 രൂപ കിട്ടുന്നത്. പക്ഷെ അന്നത്തെ പൈസക്ക് വിലയുണ്ട്, വാല്യൂ ഉണ്ട്. 1000 രൂപ നാട്ടിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി കഴിഞ്ഞു. ഇന്നാകെ 10,000 അയച്ചാലും ഒരു വാല്യൂ ഇല്ല. പക്ഷെ അന്ന് ഇവിടുത്തെ എത്ര ദിർഹം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞുവിടാൻ പറ്റുമായിരുന്നു. എത്ര ദിർഹം ഏകദേശം? അന്നൊരു സാധാരണ കേസ് പറയാം, 300-400 ദിർഹംസ് ഉണ്ടെങ്കിൽ കഴിഞ്ഞുവിടാൻ പറ്റും ഇവിടെ. വാടകയും ഭക്ഷണവും. അതെ, കാരണം വില്ലയൊക്കെയല്ലേ, വില്ലയൊക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ ഫ്ലാറ്റ് വന്നപ്പോഴല്ലേ കാശ് കൂടുന്നത്. പിന്നെ ആഹാരമാണ് വെച്ച് കഴിക്കുവാനും സംബന്ധിച്ചുള്ള കുറവ് എടുത്തുള്ളൂ. പിന്നെ ടാക്സിയാണ് കാശ് കുറവ്. ഒരു ലോക്കൽ 2 ദിർഹംസ് ലോക്കൽ. അന്ന് ഒരു മുറിയിൽ എത്ര പേര് താമസിക്കുമായിരുന്നു? 4-5 പേര് താമസിക്കും. വെച്ച് കഴിക്കുമ്പോൾ കാശ് കുറയും. പിന്നെ 4-5 പേര് കൂടുന്നു പറയുമ്പോൾ അത്ര റെന്റ് കുറയും. പിന്നെ ടാക്സിയാണ് കാശ് 1 ദിർഹം 2 ദിർഹം ലോക്കൽ ഇവിടെ എല്ലാം കറങ്ങാവും. പിന്നെ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ടനുഭവം അപ്പൊ ആ കാലഘട്ടവും ഈ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ ജീവിതസുഖം ഇന്നാണ് കൂടുതൽ. അതായത് അന്നത്തെ ഇന്നത്തെയും ജീവിത രീതിയെ പറ്റി പറയുമ്പോൾ ഇന്നാണ് സുഖമെങ്കിലും ശമ്പളത്തിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. മനുഷ്യൻ കാശ് ചെലവായാലും
സുഖമായി കഴിയാൻ ജീവിതത്തിൽ കഴിയുന്നുണ്ട് മനുഷ്യൻ, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ മലയാളീസ്. മിച്ചം അത്ര ഉണ്ടാക്കിയില്ലെങ്കിലും, കാരണം അതിന് ശമ്പളം അത്ര കൂടിയിട്ടില്ല. അപ്പൊ ജീവിതസുഖം ഉണ്ടെങ്കിലും അന്നത്തെ അത്രയിൽ നിന്ന് മിച്ചം ഉണ്ടാക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ. ജീവിതസുഖം ഇന്ന് കൂടും. അങ്ങനെ മിച്ചം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇത്രയും സമയം സാറ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ. പക്ഷേ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. അതെ. എത്ര കുട്ടികളുണ്ട്? കുട്ടികൾ 2 പെൺകുട്ടികളാണ്. ഇവിടെ തന്നെയാണോ? ഇവിടുത്തെ ജനിച്ചും വളർന്നു. പക്ഷെ ഒരാള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഇവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകള് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ, ഈ വർഷം കൊണ്ട് തീരുകയാണ്. സാറിന്റെ ജീവിതാനുഭവമുണ്ട്. അപ്പൊ ഈ ഒരു തലമുറ ഇവിടെ തന്നെ ഉണ്ടായി എന്നാണല്ലോ പറഞ്ഞത്. അതെ. അപ്പോഴ് സാറ് വന്ന ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളും ഇന്നത്തെ അനുഭവങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു അടുത്ത തലമുറയ്ക്കും അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഈ തലമുറകൾക്കും സാറിന്റേതായ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? ഇന്നത്തെ കാലത്ത് എങ്ങനെയുള്ള ആൾക്കാർ വന്നാലും ജോലി എന്ന് പറയാൻ പറ്റില്ല. ഏത് ടൈപ്പിലുള്ള ആൾക്കാർ വന്നാലും ഇവിടെ കിട്ടുന്ന ജോലി കയറുവാൻ മാത്രമേ ഉള്ളൂ. അല്ല, പ്രൊഫഷൻ നോക്കിയല്ല ഇവിടെ ജോലി. ഇത്രയും സമയം സാറിന്റെ ജീവിതാനുഭവങ്ങളും ഇവിടത്തെയും നാട്ടിലെയും ഒക്കെ സിവിൽ ഡിഫൻസിലെയൊക്കെ ജീവിതാനുഭവങ്ങളും മറ്റൊക്കെ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി. ഇപ്പൊ ഈ അബ്ര എന്ന പ്രോഗ്രാമിൽ വന്ന് ഇത്രയും കാര്യങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതെല്ലാം പറഞ്ഞു തന്നതിന് സാറിന് നന്ദി. സന്തോഷം. Daihatsu, the pride of Japan, multiple purpose compactness with unique features, high performance and excellent driving comfort. With easy access, reliable, durable and smart, Surian offers high quality motoring at a reasonable price. Daihatsu, a trusted Japanese brand for the past 100 years. Contact Al Yusuf Motors LLC Dubai, telephone 043392223, fax 043392224 or email aymotors@emirates.net.ae. ഫെഡറൽ എക്സ്ചേഞ്ച് ലൈഫ് റോഡ് ദേറ ദുബായ് 10 ദിർഹം നിരക്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലെ 10,000-ൽ പരം ബാങ്ക് ബ്രാഞ്ചുകളുടെ ക്യാഷ് എത്തിക്കുന്നു. ഇന്ത്യൻ ഡ്രാഫ്റ്റിന്റെ ഏറ്റവും ഉയർന്ന മൂല്യം, കറൻസി വാങ്ങുവാനും വിൽക്കുവാനും ഏറ്റവും നല്ല നിരക്ക്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ടെലക്സ് ട്രാൻസ്ഫർ. കേരളത്തിന്റെ മിക്ക ബാങ്കുകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാകും. എക്സ്പ്രസ് മണി, ഫെഡറൽ സ്പീഡ് ക്യാഷ് മണി, മണിഗ്രാം എന്നിവയിലൂടെ നിങ്ങളുടെ പണം ഉടനടി നാട്ടിലെത്തിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റും ഞങ്ങൾ സ്വീകരിക്കുന്നു. ബ്രാഞ്ചുകൾ ഷാർജ, റോള സ്ക്വയർ, സത്തു, അൽ ദിയഫ, അൽ അവീർ. ടോൾ ഫ്രീ നമ്പർ 80054222. ഫെഡറൽ എക്സ്ചേഞ്ച്, ടെലിഫോൺ 22567773. ദുബായ്, safest choice to your money. Fiber Forms Industries, Dubai. A name since 1991 for all types of fiberglass products. Fiber Forms Industries, Dubai. Steel fabrication and shades. Shades for car parks, play areas, courtyards, etc. Fiber Forms Industries, Dubai. Telephone 3330268, fax 3330858. ഇന്ത്യൻ ശാസ്ത്രീയ കലകളുടെ പരിശീലനത്തിന് ഇന്ത്യ മ്യൂസിക്, അബൂഷഹറ, ഷാർജ. വാദ്യോപകരണങ്ങൾ, മ്യൂസിക്, ഡാൻസ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സ്റ്റിച്ചിംഗ് ക്ലാസുകൾ. അന്വേഷണങ്ങൾക്ക് ടെലിഫോൺ 0655319960, ഫാക്സ് 0655319961. ആർക്കാണ് അത്യാവശ്യം കുസൃതിയുടെ പിന്നാലെ ഓടുന്ന ഈ ബാലചാബല്യത്തിനും? അതോ ഹലോ ഹലോ ഏകാന്തതയിൽ നിങ്ങളുടെ ശബ്ദത്തിനെ കേഴുന്ന ഈ വാർദ്ധക്യത്തിന്? വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. ആരുടെയും ആവശ്യം ആവശ്യമായതിനാൽ ഏവരുടെയും പണം ഞങ്ങൾ യഥാസമയം എത്തിക്കുന്നു. കുസൃതിയുടെ മോഹത്തിനോ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയ്ക്കോ ഏതിനായാലും വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ. ലോകത്തെവിടെ നിന്നും പണം അയക്കുവാനുള്ള ത്വരിതമാർഗം. Gulf National Medical Company LLC, group of pharmacies in Dubai. A chain of pharmacies with its outstanding 19 outlets in various centers of the heart of the city. World branded medicines, high reputation for excellence and prosperity for years of service. Gulf National Medical Company LLC Dubai. The spirit of truth and spirit of quality and dedication is our specialty. Gulf National Medical Company LLC Dubai. Telephone 0426713333. Fax 0426708004. This program brought to you by Al Yusuf Motors LLC, Dubai. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ.